അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫതുഹുൽ ഖയ്യൂം സബഖ് നമ്പർ 1 മുതഅല്ലിമീങ്ങൾ പാലിക്കേണ്ട മര്യാദകളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹ്മദുല്ലാഹി റബ്ബൽ ആലമീൻ വ ഉസല്ലി വ ഉസല്ലിമു അലാ റഹ്മത്തിൽ ലിൽ ആലമീൻ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹിൽ അലിയിൽ ബാരി അൽ മുഅ്മിനിൽ മുഹൈമിനിൽ ജബ്ബാരി സുമ്മ സ്വലാത്തു വസ്സലാമുൻ നാമി അലൻ നബിയ്യി സയ്യിദിൽ ആനാമി വആലിഹി വസ്വഹ്ബിഹിൽ അഅലാമി വകുല്ലി അഹ്ലിൽ ഇൽമി വൽ ഇഅലാമി. അല്ലാഹു നാഫിയായ ഇൽമ ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്നാമത്തെ ക്ലാസ് ആണല്ലോ. ഒരു ഫാത്തിഹ മശായിഖിന്റെ പേരിൽ, പ്രത്യേകിച്ച് ഈ കിതാബിന്റെ മുസന്നിഫ് 4-ാമത്തെ ബൈത്തിൽ അവരുടെ പേര് വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആലിമുൽ അല്ലാമ ശൈഖ് മുൻതഖബ് ഇബ്നു അൽ മുവഫഖ് റളിയല്ലാഹു അൻഹു ഹളറത്തിലേക്ക് ഓതിയ ഫാത്തിഹ അല്ലാഹു മശായിഖിലേക്ക് മുസന്നിഫിലേക്ക് നമ്മൾ മരണപ്പെട്ട എല്ലാവരിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മയൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ബഹുമാനികളെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ബിഹി കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അജ്ദമു. മറ്റൊരു ഹദീസിൽ കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിൽഹംദുലില്ലാഹി ഫഹുവ അജ്ദമു. കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹി ഫഹുവ അഖ്തഉ ഫഹുവ അജ്ദമു വഹുവ അബ്തറു. ഇങ്ങനെ പല ഹദീസുകൾ കാണാം. ആശയം ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങളൊക്കെ ബറക്കത്ത് കുറഞ്ഞതാണെന്ന്. അപ്പോൾ നമ്മളെ സുന്ദരമായ ഈ കിതാബ് ഫതുഹുൽ ഖയ്യൂം എന്ന ഈ കിതാബ് തുടങ്ങിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്തത് അതേ രൂപത്തിലാണ്. ഖുർആനിന്റെ തുടക്കത്തിൽ ബിസ്മിയാണ്. അതേ ശൈലി തന്നെ നമ്മളെ ഫതുഹുൽ ഖയ്യൂമിന്റെ തുടക്കത്തിലും ബിസ്മിയാണ്. ഖുർആനിൽ ബിസ്മിക്ക് ശേഷം അൽഹംദുലില്ലാ എന്നാണ് തുടങ്ങുന്നത് ഫാത്തിഹയിൽ. അതുപോലെ തന്നെ ഈ കിതാബും ബിസ്മിക്ക് ശേഷം അൽഹംദുലില്ലാ. ഖുർആന്റെ ശൈലിയാണ് തുടക്കത്തിൽ ഈ കിതാബ് സ്വീകരിച്ചിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നല്ല കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങണം എന്നും പറഞ്ഞിട്ടുണ്ട്. നല്ലതിനൊക്കെയും ബിസ്മില്ലാ, നല്ലതിനാണ് ബിസ്മില്ലാ. അപ്പോൾ ബിസ്മി കൊണ്ടാണ് ഈ കിതാബ് തുടങ്ങിയത്. ഇതൊക്കെ ഒരു കൊച്ചു കിതാബാണ്. 38 ബൈത്തുള്ള ഒരു ഏടാണ് ഈ കിതാബ്. 2 പേജുള്ള ഒരു കിതാബ്. വെറും 38 വരിയേ ഇതിലുള്ളൂ. അപ്പോൾ ഈ കിതാബിലെ മുസന്നിഫ് 4-ാമത്തെ ബൈത്തിൽ വരുന്നുണ്ട്, കിതാബിൽ തന്നെ വരുന്നുണ്ട്. അവിടെ നമുക്ക് വിവരിക്കാം. മഹാനായ ആലിമുൽ അല്ലാമ ശൈഖ് മുൻതഖബ് ഇബ്നുൽ മുവഫഖ് റളിയല്ലാഹു അൻഹു മുസന്നിഫ്. അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഈ കിതാബ് സാധാരണ ദർസുകളിൽ വന്ന 1-ാം വർഷം ഓതുന്ന കിതാബാണ്. മുതഅല്ലിമ പാലിക്കേണ്ട മര്യാദകൾ, അദബുകൾ ഒരു കാവ്യരൂപത്തിൽ, ബൈത്ത് രൂപത്തിലാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇൽമ് പഠിക്കുക എന്നാണ് ഒരു ഭാഗ്യമാണല്ലോ. ആത്മാവിന്റെ വിശുദ്ധിക്ക് നമ്മെ അള്ളാഹു ഉയർത്താനും വളർത്താനും അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ഇൽമ് നൽകും. ഓരോ ആലിമീങ്ങൾക്കും അള്ളാഹു നൽകിയ വലിയ തൗഫീഖാണല്ലോ ഇൽമിന്റെ വഴിയിൽ നമ്മെ തിരിച്ചുവിടുക എന്നുള്ളത്. അപ്പോൾ ഇൽമ് നമുക്ക് യഥാരൂപത്തിൽ കിട്ടാനും അതിന്റെ ഖിദ്മത്തൊക്കെ വേണമെങ്കിൽ അതിന് അദബ് നമ്മൾ പാലിക്കണം. ഒരു ഗുരുനാഥനില്ലാത്ത ആൾക്ക് അറിവുണ്ടാവൂല. അറിവില്ലാത്തവന് സത്യത്തിൽ അനാഥനാണ്. ഒരു ഗുരു ഉണ്ടായിട്ടും ആ ഗുരുവിന്റെ പൊരുത്തം സമ്പാദിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് വലിയ നഷ്ടമാണ്. കാപ്പെടുത്ത മുക്ക പൊരുത്തം എന്നാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ അദബ് എങ്ങനെ ലഭിക്കും? അതാണ് ഈ കിതാബിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠനകാലത്ത് ചില വിദ്യാർത്ഥികൾ വലിയ ബുദ്ധി ഉണ്ടാവും, വലിയ സമർത്ഥരായിരിക്കും. പക്ഷേ ഗുരുവിനോടുള്ള പെരുമാറ്റത്തിൽ പിഴവ് സംഭവിക്കുമ്പോൾ അവരൊക്കെ ദുനിയാവിൽ നഷ്ടപ്പെട്ടു, ആഖിറവും നഷ്ടപ്പെട്ട് എന്തോ ഒരു മൗലവിയായി എവിടെയും എത്താതെ എവിടെയും ഒരു മദ്രസയിലോ പള്ളിയിലോ ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം
കിട്ടാതെ നഷ്ടപ്പെട്ട് എവിടെ എത്താതെ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു മൗലവിയാവുമ്പോൾ, ഒരു മുസ്ലിയാരാകുമ്പോൾ, യഥാർത്ഥ ആലിമാവുമ്പോൾ നമുക്ക് പാലിക്കേണ്ട അഹ്ലുൽ ഇൽമിന്റെ ഖാദിമിങ്ങളെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം അദബുകളാണ് ഈ കിതാബിൽ ധാരാളം മഹാനവറുകൾ എണ്ണി പറയുന്നത്. ഒരു മുത്തഅല്ലിമ് പാലിക്കേണ്ട ഹൃദയം ശുദ്ധീകരിക്കുക, നമ്മുടെ നിയ്യത്ത് നന്നാക്കുക, നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉസ്താദുമാരോടുള്ള ആദരവ്, മാതാപിതാക്കളോടുള്ള ആദരവ്, ഇൽമിനോടുള്ള ആദരവ് തുടങ്ങിയ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക, തൂങ്ങിയുറക്കത്തെ ഉപേക്ഷിക്കാനുള്ള അതിനുള്ള കുറുക്കു വഴികൾ, അതുപോലെ തന്നെ പഠിച്ചത് മനഃപ്പാടമാക്കാനുള്ള ഹിക്മത്തുകൾ തുടങ്ങിയ 38 ബൈത്തിൽ ധാരാളം പോയിന്റുകളാണ് പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ മനസ്സിലാക്കാൻ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഈ കിതാബ് ആരംഭിച്ചു. ഒന്നാമത്തെ ബൈത്ത് അൽഹംദുലില്ലാഹിൽ അലിയിൽ ബാരി അൽ മുഅ്മിനിൽ മുഹൈമിനിൽ ജബ്ബാരി. അൽഹംദുലില്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർത്ഥം എല്ലാവർക്കും അറിയും. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ തിരുനാമം കൊണ്ട് ബറക്കത്തെടുത്തുകൊണ്ട് ഈ കിതാബിന്റെ രചന ഞാൻ ആരംഭിക്കുന്നു. നമ്മളൊക്കെ പഠിക്കാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനക്ക് സ്ഥിരപ്പെട്ടതാണ്. അൽ അലിയി, അൽ ബാരി, അൽ മുഅ്മിനി, അൽ മുഹൈമിൻ, അൽ ജബ്ബാർ. ഇവിടെ 5 വാക്കുകൾ അൽ അലിയ മുതൽ അൽ ജബ്ബാർ വരെയുള്ള അള്ളാഹുവിന്റെ 5 നാമങ്ങളാണ്. അസ്മാഉൽ ഹുസ്ന, 99 അസ്മാഉൽ ഹുസ്ന. തഫ്സീർ റാസിയിലൊക്കെ കാണാം അള്ളാഹ്ക്ക് 4000 പേരുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അസ്മാഉൽ ഹുസ്ന 99 നാമങ്ങൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട 5 നാമങ്ങൾ ഈ ഒന്നാമത്തെ ബൈത്തിൽ വന്നു. അൽ അലിയു, അൽ ബാരി, അൽ മുഅ്മിൻ, അൽ ജബ്ബാർ. ഇങ്ങനെ 5 വാക്കുകളും അള്ളാഹുവിന്റെ ഔസാഫുകളാണ്, അസ്മാഉൽ ഹുസ്നയാണ്. അർത്ഥം എന്താണ്? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനേക്കാണ്. അൽ അലിയി, അൽ ബാരി, ഇതൊക്കെ തർക്കീബ് സിഫത്തുകളാണ്. സിഫത്തും ബഅദ സിഫത്താണ്. അർത്ഥം അൽ അലിയി, ഉന്നതനായ. അപ്പൊ അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അള്ളാഹുവിനേക്കാണ്. അൽ അലിയി, ഉന്നതനായ അള്ളാഹുവിനേക്കാണ് സർവസ്തുതിയും. ആ കിതാബില് നോട്ട് ബുക്കിൽ എല്ലാവരും അർത്ഥം ചെയ്ത് അൽ അലിയി, ഉന്നതനായ. അൽ ബാരി, അർത്ഥം അൽ ഖാലിഖ് എന്നുള്ള അർത്ഥം. അൽ ബാരി എന്ന് പറഞ്ഞാല് എല്ലാ സൃഷ്ടികളെയും പടച്ചവനായ. അപ്പർത്ഥം എന്തായി? ബാരിയും അലിയും ആയ അള്ളാഹ്ക്കാണ് സർവസ്തുതിയും. അൽ അലിയിൽ ബാരി പറഞ്ഞാല് എല്ലാ സൃഷ്ടികളെ സൃഷ്ടിച്ചവനും ഉന്നതനുമായ അള്ളാഹുവിനേക്കാണ് സർവസ്തുതിയും. പിന്നെ അൽ മുഅ്മിനി, അടിമകൾക്ക് സംരക്ഷണം നൽകുന്നവനായ. അൽ മുഅ്മിനി പറഞ്ഞാല് എല്ലാ ഭയപ്പാടിൽ നിന്നും നിർഭയനായ അള്ളാഹു. അൽ മുഅ്മിൻ. അൽ മുഹൈമിനി, സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവനായ അള്ളാഹു. റഖീബ് എന്നുള്ള അർത്ഥം. അൽ മുഹൈമിനിന്റെ അർത്ഥം അർ റഖീബ്, സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവനായ അള്ളാഹു. അൽ ജബ്ബാർ, ജബ്ബാറിന്റെ അർത്ഥം സൃഷ്ടികളുടെ കാര്യങ്ങളെ നന്നാക്കുന്നവനായ അള്ളാഹു. ഞാൻ വായിക്കുന്ന അർത്ഥങ്ങളൊക്കെ ഈ കിതാബിലെ നല്ലൊരു വ്യാഖ്യാനം, 2-3 വ്യാഖ്യാനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം നമ്മുടെ മലപ്പുറം ജില്ലയിലെ മഹാനായ മുഹമ്മദ് ബാക്കവി പൂക്കോട്ടൂർ ഉസ്താദ് എഴുതിയ 300-ലധികം അറബി കിതാബുകൾ എഴുതിയ മഹാനാണെന്നും ജീവിച്ചിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടോയെന്ന് അറിയില്ല. കാരണം 300ഓളം അറബി കിതാബ് എഴുതാൻ ഭാഗ്യം ഉണ്ടാകുക, കാരണം അത് വലിയ സംഭവമല്ലേ. മഹാന്റെ ഒരു ഷറഹ് വ്യാഖ്യാനം കയ്യിലുണ്ട്. അത് ചെറിയൊരു കിതാബാണ്. ആകെ അതിൽ പേജ് 52 പേജേ ഉള്ളൂ. അതിൽ നിന്നാണ് ഈ അർത്ഥങ്ങൾ വായിക്കുന്നത്. ഓരോന്നിനും അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അറബി തന്നെ ഷറഹാണ്, അറബി ഷറഹാണ്. നല്ല കിതാബാണ്, വായനാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വരും ദിവസങ്ങളിലൊക്കെ അത് വേണമെങ്കിൽ സ്ക്രീനിൽ അതിന്റെ ഫോട്ടോകളൊക്കെ അയക്കാൻ പറ്റും. ഫതുഹുൽ ദഖായിഖുൽ ഫഹൂം എന്ന കിതാബുണ്ട്. വേറെയും അതിന്റെ 3-4 വ്യാഖ്യാനങ്ങൾ കയ്യിലുണ്ട്. ഇരിക്കട്ടെ. അപ്പോ അൽ അലിയി, ഉന്നതനായ അള്ളാഹു. അൽ ബാരി, എല്ലാ സൃഷ്ടികളെയും പടച്ചവനായ അള്ളാഹു. അൽ മുഅ്മിനി, എല്ലാ ഭയപ്പാടിൽ നിന്നും നിർഭയനായ, അടിമകൾക്ക് സംരക്ഷണം നൽകുന്നവനായ അള്ളാഹു.
ഒക്കെ രണ്ടർത്ഥമൊക്കെ എഴുതിയേക്ക്. അൽ മുഹൈമിന് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവനായ അള്ളാഹു. അൽ ജബ്ബാർ സൃഷ്ടികളുടെ കാര്യങ്ങളൊക്കെ നന്നാക്കുമെന്നവനായ അള്ളാഹു. അപ്പോ അൽഹംദുലില്ലാഹിൽ അലിയിൽ ബാരി അൽ മുഅ്മിനിൽ മുഹൈമിനിൽ ജബ്ബാരി. അർത്ഥം എന്തായി? ആശയം ഉന്നതനും എല്ലാ സൃഷ്ടികളുടെയും പടച്ചവനും സൃഷ്ടികൾക്ക് സംരക്ഷണം നൽകുന്നവനും എല്ലാ സൃഷ്ടികളെയും നിരീക്ഷണം നടത്തുന്നവനും അവരുടെ കാര്യങ്ങളൊക്കെ നന്നാക്കുന്നവനുമായ അള്ളാഹുവിനേക്കാണ് സർവസ്തുതിയും. ഇതായിപ്പോ അതിന്റെ ആശയം. അപ്പൊ കിതാബിന്റെ രചന തുടങ്ങുമ്പോൾ ബിസ്മി വേണം, അത് പറഞ്ഞു. ഹംദ് വേണം, അത് പറഞ്ഞു. ഇനി അടുത്ത ബൈത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും കുടുംബത്തിനൊക്കെ പറയാൻ പോവാണ്. ثم الصلاة والسلام النامي على النبي سيد الأنام. ثم الصلاة, പിന്നീട് അള്ളാഹുവിന്റെ ആദരവോട് കൂടെയുള്ള ഗുണമാകുന്നത്, വസ്സലാമു അള്ളാഹുവിന്റെ രക്ഷയുമാകുന്നത്, അന്നാമി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷ. അന്നാമി പറഞ്ഞാല് വളരുന്നതായ രക്ഷ. നാമിക്ക് രണ്ടർത്ഥം കൊടുത്തിട്ടുണ്ട്. അസ്സായിദ് എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്, അൽ കസീർ രണ്ടും കൊടുത്തിട്ടുണ്ട്. രണ്ടർത്ഥവും പൂക്കോട്ടി പുസ്തകം എഴുതിയിട്ടുണ്ട്. അന്നാമി വളരുന്നതായ സ്വലാത്തും സലാമും, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ സ്വലാത്തും സലാം എല്ലാം അലൻ നബിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. സയ്യിദുൽ അനാമി ലോകരുടെ നേതാവ്, സയ്യിദുൽ അനാമി സൃഷ്ടികളുടെ നേതാവായ. അനാമിന് ഇവിടെ അർത്ഥം എന്താ കൊടുത്തത്? സൃഷ്ടികൾ. ഓക്കെ, അല്ലെങ്കിൽ ജമീഉൽ ഖൽഖ്, ജമീഉൽ മഖ്ലൂഖാത്ത്, അങ്ങനെയും ഉണ്ട്. അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ജമീഉൽ മഖ്ലൂഖാത്ത്, രണ്ടർത്ഥങ്ങളുണ്ട്. അപ്പൊ ആശയം എന്തായി ഈ ബൈത്തിന്റെ ആശയം? സുമ്മ സ്വലാത്തു വസ്സലാമുൻ നാമി അലൻ നബിയ്യി സയ്യിദുൽ അനാമി. ആദരവോടുകൂടെയുള്ള അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും സൃഷ്ടികളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ വർദ്ധിച്ചുണ്ടാവട്ടെ. അതായത് രണ്ടാമത്തെ ബൈത്തിന്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ ബൈത്ത്. ഓരോ വാക്കിന്റെയും അർത്ഥം നമ്മൾ പറയുന്നുണ്ട്, ആശയവും പറയുന്നുണ്ട്. പിന്നെ വആലിഹി വസ്വഹബിഹിൽ അഅലാമി വകുല്ലി അഹ്ലിൽ ഇൽമി വൽ ഇഅലാമി. നബി സല്ലല്ലാഹു ആലിഹി നബി കുടുംബത്തിന്റെ മേലിലും അല്ലാഹുവിന്റെ സലാത്തും സലാമും ഉണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അഹ്ലു ബൈത്ത്, വസ്വഹബിഹി അവിടുത്തെ അനുയായികളുടെ മേലും ഉണ്ടാവട്ടെ, സ്വഹാബത്തിന്റെ മേലിലും ഉണ്ടാവട്ടെ. അൽ അഅലാമി ഉന്നതരായ സ്വഹാബത്ത്. അൽ അഅലാമി പറഞ്ഞാല് നേതാക്കളായ സ്വഹാബത്ത്. അൽ അഅലാം പറഞ്ഞാല് കൊടികളായ സ്വഹാബത്ത്. ഉന്നതരായ സ്വഹാബത്ത് പറഞ്ഞപ്പോൾ മനസ്സിലായി. രണ്ടാമത് നേതാക്കളായ സ്വഹാബത്ത് പറഞ്ഞപ്പോൾ മനസ്സിലായി. മൂന്നാമത് ഇപ്പൊ എന്താ? കൊടികളായ സ്വഹാബത്ത്. അതങ്ങനെ പറയും. അഅലാം എന്ന് പറഞ്ഞാൽ അലമിന്റെ ബഹുവചനമാണ്. കൊടികളെ പോലെ ഉയർന്നവരായ നബി കുടുംബം എന്നാണ് അർത്ഥം. നമ്മൾ ഒമ്പ്രക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ സംഘത്തിൽ 50 ആളുണ്ട്. മുന്നിന്റെ ഒരാളിങ്ങനെ നടക്കുമ്പോൾ മുന്നത്തെ ആളിങ്ങനെ കൊടി പിടിച്ചു പോയാൽ, ഒരു കൊട പിടിച്ചു പോയാൽ, കയ്യിലൊരു കോയൽമുണ്ടെന്ന് ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചു പോയാൽ ബാക്കിലുള്ള ആളുകൾക്കൊക്കെ വഴി കാണിക്കുകയാണത്. എന്നതുപോലെയാണ് സ്വഹാബത്ത് വഴി കാണിക്കുകയാണ്. മനസ്സിലായല്ലോ? അതാണ് അഅലാമോട് ഉദ്ദേശിക്കുന്നത്. അഅലാമ് എന്ന് പറയാനുള്ള അർത്ഥം കൊടുക്കാനുള്ള കാരണം അതാണ്. ഒരു വഴി കാണിക്കുകയാണ് അവിടെ. നബിയും സ്വഹാബത്തൊക്കെ വഴി കാണിക്കുകയാണ്. ആ വഴി റൂട്ട് കണ്ട് മറ്റുള്ളവർ വഴി മനസ്സിലാക്കും. പിന്നെ പർവ്വതത്തെ പോലെ പർവ്വതം വഴി തെറ്റിയല്ല, ആ പർവ്വതത്തെ നമുക്ക് നോക്കിയാൽ നമുക്ക് തെറ്റില്ല, വടക്ക് തെക്ക് ഏതാന്ന് നമുക്ക് അറിയാൻ പറ്റും. വിജനമായ സ്ഥലത്തിലൂടെ പോകുമ്പോൾ ഒരു ലൈറ്റ് കണ്ടാൽ ഇന്ന ഭാഗത്ത് കാണും. ഇപ്പം നമുക്കറിയാലോ, നമ്മളെ കടലിലൊക്കെ പോകുന്ന ആളുകൾക്ക് ലൈറ്റ് ഹൗസ് ഉണ്ടാവില്ലേ, ആ ലൈറ്റ് കത്തുന്നത് കണ്ടാൽ നമ്മുടെ ദിശ ഈ ഭാഗത്താണ്, ഡയറക്ഷൻ തിരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ 2-3 അർത്ഥം കൊടുക്കാൻ പറ്റും.
വകുല്ലി അഹ്ലിൽ ഇൽമി വൽ ഇഅ്ലാമി. പിന്നെ അതിന്റെ ഇടക്ക് സ്വഹാബത്ത് ആരാന്ന് എല്ലാവർക്കും അറിയാം. നബിയെ കണ്ട ആളുകൾക്കാണ് സ്വഹാബി എന്ന് പറയാം. നബിയുടെ സഹവാസം ഈമാനോട് കൂടെ കിട്ടിയ ആളുകൾ കാണണമെന്നില്ല. ഈമാനോടുകൂടെ നബി തങ്ങളോട് സഹവസിക്കുകയും ഈമാൻ മരണപ്പെടുകയും ചെയ്ത ആൾക്കാണ് സ്വഹാബി എന്ന് പറയാം. പിന്നെ നബി കുടുംബം, അഹ്ലു ബൈത്ത്, പാണക്കാട് തങ്ങന്മാര്, ബുഖാരി തങ്ങന്മാര്, ഐദുറുസ് തങ്ങന്മാര്, ബാലവി തങ്ങന്മാര്, കുറെ തങ്ങന്മാരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ അബ്ദു മനാഫിന്റെ 2 മക്കളായ ഹാഷിം, മുത്തലിബ് എന്നിവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട സത്യവിശ്വാസികൾക്കാണ് നബി കുടുംബം എന്ന് പറയുന്നത്. കിതാബിലൊക്കെ എഴുതി വെച്ചത് കാണാം. അഖാരിബുൽ മുഅ്മിനൂന മിൻ ബനി ഹാഷിം മുത്തലിബ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അഹ്ലു ബൈത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. അവരെ ബർക്കത്തുള്ള നമ്മൾ നന്നാക്കി തരട്ടെ. വകുല്ലി അഹ്ലിൽ ഇൽമി വൽ ഇഅ്ലാമി. വകുല്ലി അഹ്ലിൽ ഇൽമി, അതിന്റെ അർത്ഥം മുതഅല്ലിമീങ്ങളുടെ മേലിലും സ്വലാത്തു വസ്സലാം ഉണ്ടാവട്ടെ. വകുല്ലി അഹ്ലിൽ ഇൽമി എന്ന് പറഞ്ഞാല് ആമാണത് കേട്ടോ. വൽ ഇഅ്ലാമി എന്ന് പറഞ്ഞാല് മുഅല്ലിമീങ്ങളുടെ മേലിലും ഉണ്ടാവട്ടെ. അപ്പൊ ആദ്യം മുതഅല്ലിമ്, രണ്ടാമത്തത് മുഅല്ലിമ്. വകുല്ലി അഹ്ലിൽ ഇൽമി എന്ന് പറഞ്ഞാല് ആമാണ്, ഇഅ്ലാം എന്ന് പറയുമ്പോൾ ഖാസാണ്. വകുല്ലി അഹ്ലിൽ ഇൽമിന്റെ വാക്കർത്ഥം മതവിജ്ഞാനത്തിന്റെ അഹ്ലുകാരായ എല്ലാവരുടെ മേലിലും സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ എന്ന്. അപ്പൊ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇൽമ പഠിക്കുന്ന എല്ലാ മുതഅല്ലിമീങ്ങളും അതിൽപ്പെട്ടു. അതാണ് ഞാൻ അങ്ങനെ ആദ്യം അർത്ഥം വെച്ചത്. അപ്പൊ അവര് മുതഅല്ലിം എല്ലാവരും പെട്ടല്ലോ, അഹ്ലിന്റെ ഇൽമിന്റെ ഖാദിമീങ്ങളായല്ലോ. ഒരർത്ഥാണ് മുതഅല്ലിമീങ്ങൾ എന്ന്. മറ്റൊരർത്ഥാണ് ഇപ്പൊ ശരിക്കും പദാനുപദം വെക്കുകയാണെങ്കിൽ വകുല്ലി അഹ്ലിൽ ഇൽമി പറഞ്ഞാൽ മതവിജ്ഞാനത്തിന്റെ അഹ്ലുകാരായ എല്ലാവരുടെ മേലിലും സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. അതാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാല് മുതഅല്ലിമീങ്ങൾ. വൽ ഇഅ്ലാമി, അതിനർത്ഥം അറിവ് പഠിപ്പിക്കുന്ന എല്ലാവരുടെ മേലിലും ഉണ്ടാവട്ടെ. അപ്പൊ ഇഅ്ലാം എന്ന് പറഞ്ഞാല് ഖാസാണ്, എല്ലാ മുതഅല്ലിമീങ്ങളും പഠിപ്പിച്ചോളുന്നില്ല. ഇപ്പൊ നമ്മളൊക്കെ മുഅല്ലിമീങ്ങളാണെങ്കിലും മുദരിസാണെങ്കിലും നമ്മളൊക്കെ മരണം വരെ മുതഅല്ലിമാണല്ലോ. എല്ലാ അധ്യാപകനും വിദ്യാർത്ഥിയാണ് എന്നാണ്. എല്ലാ അധ്യാപകനും വിദ്യാർത്ഥിയാണ്. കാരണം ഒരു അധ്യാപകൻ നാളെ പഠിപ്പിക്കുമ്പോൾ തലേദിവസം പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പൊ എല്ലാ അധ്യാപകനും ഒരു വേള വിദ്യാർത്ഥിയാണ്. അപ്പൊ അതാണ് നമ്മളൊക്കെ ദുആ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും മരണം വരെ മുതഅല്ലിമാവാനാണ്. സത്യത്തിൽ നമ്മൾ മുഅല്ലിമായിരിക്കും, മുദരിസായിരിക്കും, ഖതീബായിരിക്കും, എന്നാലും നമ്മൾ മുതഅല്ലിമാണ്. കാരണം നാളെ പഠിപ്പിക്കാനുള്ളത്, നാളെ ജീവിതത്തിൽ പകർത്താനുള്ളത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കല്ലേ, മനനം ചെയ്തുകൊണ്ടിരിക്കല്ലേ, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് നമ്മളൊക്കെ ദുആ ചെയ്യുന്നത് അല്ലാഹ് ഞങ്ങളെ യഥാർത്ഥ മുതഅല്ലിം ഉൾപ്പെടുത്തണമെന്ന്. അല്ലാഹ് നമ്മളൊക്കെ യഥാർത്ഥ മുതഅല്ലിമീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉഖ്റവിയായ മുതഅല്ലിമീങ്ങൾ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. നമുക്ക് ഇൽമിന്റെ ഖാദിമീങ്ങളല്ലേ. അപ്പൊ വൽ ഇഅ്ലാമി, അറിവ് പഠിപ്പിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടാവട്ടെ. അഹ്ലുൽ ഇൽമ് എന്ന് പറഞ്ഞാല് ആ വിശേഷങ്ങൾ എല്ലാവരും, അതുപോലെ തന്നെ മതം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരൊക്കെ ഇതിൽപ്പെടും. ഇഅ്ലാം എന്ന് പറഞ്ഞാലോ പഠിപ്പിക്കുന്നവർ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇഅ്ലാം എന്ന് പറഞ്ഞ വാക്ക് ഖാസാണ്, അഹ്ലുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ആമാണ്. ഖാസ് എന്ന് പറഞ്ഞാല് പരിമിതാർത്ഥമുള്ളത്, കുറച്ചർത്ഥമുള്ളത്. ആം എന്ന് പറഞ്ഞാല് വ്യാപകാർത്ഥമുള്ളത്. ഇതിന് അക്സ് പറഞ്ഞവരുണ്ട്. അപ്പൊ ആശയം എന്തായി? ഓ ഈ മൂന്നാമത്തെ ബൈത്ത് പാടലോടുകൂടെ വആലിഹി വസ്വഹബിഹിൽ അഅലാമി വകുല്ലി അഹ്ലിൽ ഇൽമി വൽ ഇഅ്ലാമി. പദവികളിൽ ആശയം പറയാണ്. പദവികളിൽ കൊടികളെ പോലെ ഉയർന്ന് പന്തലിച്ചു നിൽക്കുന്ന നബി കുടുംബം, അനുയായികൾ അഥവാ സ്വഹാബത്ത്, മുതഅല്ലിമീങ്ങൾ അഥവാ വിജ്ഞാനമുള്ളവര്, അത് പഠിപ്പിക്കുന്നവർ ബ്രാക്കറ്റില് ഗുരുവര്യന്മാർ തുടങ്ങിയവരുടെ മേൽ അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും വർദ്ധിച്ചുണ്ടാവട്ടെ എന്ന്. അപ്പൊ 3 ബൈത്താണ് അപ്പൊ ചൊല്ലിത്തീർത്തത്. അഥവാ ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം എന്നിവ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ഒരു രചനയുടെ നിയമത്തിൽ പെട്ടതാണ്. ഇനി കിതാബിന്റെ മുസന്നിഫ് ആരാണ്? അതാണ് അടുത്ത ബൈത്തിൽ നാളെ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മളിന്ന് 3 ബൈത്താണ് പഠിച്ചത്. ഒരു വിദ്യാർത്ഥി പാലിക്കേണ്ട മര്യാദകളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിൽ 3 ബൈത്ത് നമ്മൾ എടുത്തു. അള്ളാഹു നാഫിയായ ഇൽമ് നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ അപ്പൊ ആ കിതാബ് ഒന്ന് വാങ്ങുന്നത് നന്നായിരിക്കും. അതിലേറെക്കുറെ നല്ല ഇടപെടൽ നടത്തുന്നുണ്ട്.
ഓരോ ബൈത്തിന്റെ അവസാനത്തിൽ ആവശ്യമായ തർക്കീബുകളും ഫായിദകളും ഖുലാസത്തുൽ കലാം ഒക്കെ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതോടൊപ്പം തന്നെ ആവശ്യമായ താരീഫുകളൊക്കെ പറയുന്നുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു നാഫിയായ ഇൽമ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആവശ്യമായിട്ടുണ്ട് എല്ലാവരും ദുആർക്കണം. മുസന്നിഫ് മശായിഖിന്റെ പേരിൽ ഫാത്തിഹ ഓതണം. ഇത് പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ബിറഹ്മതി. കിതാബിലാകെ 38 ബൈത്തേ ഉള്ളൂ. അല്ലാഹു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഒക്കെ തൗഫീഖ് നൽകട്ടെ. നോട്ട് ബുക്കിൽ എല്ലാവരും എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.